നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വന്തം. വേൾഡ് കപ്പ് അടുത്ത ഘട്ടത്തിൽ ഈ പ്രഡിക്ഷനും മറ്റു കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് നടക്കുമല്ലോ. നമുക്ക് ഏറെ ക്രെഡിബിളായിട്ട് തോന്നിയിട്ടുള്ള ഒരു ഫുട്ബോൾ ഡാറ്റ അനാലിസിസ് ടീമാണല്ലോ ഓപ്റ്റ. ഫുട്ബോൾ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം. അതായത് കൃത്യമായിട്ട് ഫുട്ബോൾ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം. അല്ലാത്തവരൊരു പക്ഷേ ആദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കും. നമ്മുടെ ചാനലിലൊക്കെ പലപ്പോഴും നമ്മൾ അവരുടെ ഡാറ്റയും കാര്യങ്ങളൊക്കെ എടുക്കാറുണ്ട്. നിങ്ങൾക്കറിയാതെ ഒപ്റ്റ അറിയാത്തവർ കുറവായിരിക്കും. ഏതായാലും ഒപ്റ്റ വേൾഡ് കപ്പിൻ്റെ പ്രഡിക്ഷൻസ് നടത്തുന്നുണ്ട് സൂപ്പർ കമ്പ്യൂട്ടർ വെച്ച്. സാധാരണ ഒരു സൂപ്പർ കമ്പ്യൂട്ടർ വെച്ച് സിമുലേഷൻ ചെയ്തിട്ടാണ് അങ്ങനെ പ്രഡിക്ഷൻസ് ഒക്കെ നടത്താറുള്ളത്. 10,000 തവണ സ്റ്റിമുലേഷൻ നടത്തിയിട്ട് അവർ പുറത്തുവിടുന്ന പ്രഡിക്ഷൻ റിസൾട്ടാണ്. അതിലവർ പറയുന്നത് ഏറ്റവും അധികം ഇത്തവണ വേൾഡ് കപ്പ് കിരീടം ചൂടാൻ സാധ്യതയുള്ള ടീം സ്പെയിനാണ് എന്നാണ്. സ്പെയിനിൻ്റെ വേൾഡ് കപ്പ് വിന്നിംഗ് സാധ്യത അവർ കണക്കാക്കുന്നത് 16.1%. സൂപ്പർ കമ്പ്യൂട്ടർ അവരെന്ന് പറഞ്ഞാൽ സൂപ്പർ കമ്പ്യൂട്ടർ പറഞ്ഞ മറുപടിയാണ്. ഈ 10,000 പ്രീ ടൂർണമെൻറ്റ് സ്റ്റിമുലേഷൻസ് വഴി ഒപ്റ്റ സൂപ്പർ കമ്പ്യൂട്ടർ പറയുന്നത് ഏറ്റവും അധികം കിരീട സാധ്യത സ്പെയിനിനാണ് എന്നാണ്. ഫ്രാൻസും ഇംഗ്ലണ്ടും അർജൻറ്റീനയും തൊട്ടുപുറകിലുണ്ട്. പിന്നെ സാധ്യത കാണിക്കുന്ന ടീമുകൾ ഈ ടീമുകളാണ്. ഈ സിമുലേഷനുകളിൽ നിന്ന് ഏതാണ്ട് 10% മുകളിൽ സാധ്യത ഈ ടീമുകൾ കാണിക്കുന്നുണ്ട്. കോഹോസ്റ്റുമാരായിട്ടുള്ള യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, മെക്സിക്കോ, കാനഡ ഈ ടീമുകൾ ഇത്തവണ വേൾഡ് കപ്പ് നേടാൻ തീരെ സാധ്യതയില്ല എന്നാണ് സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ സിമുലേഷനിലൂടെ ഇപ്പോൾ പറയുന്ന പ്രഡിക്ഷൻ. അതേസമയം ഇതുവരെ വേൾഡ് കപ്പ് നേടിയിട്ടില്ലാത്തൊരു രാജ്യം ഇത്തവണ വേൾഡ് കപ്പ് നേടാനുള്ള സാധ്യത 35.9% എന്നും പ്രഡിക്റ്റ് ചെയ്യപ്പെടുന്നു. അതായത് അത് ഒറ്റ ടീമിൻ്റെതല്ല, ഇതുവരെ കപ്പ് നേടാത്തൊരു ടീം. ഇപ്പോൾ പോർച്ചുഗലിനൊക്കെ പോലെയുള്ള ടീമുകൾ, ബെൽജിയത്തെ പോലെയുള്ള ടീമുകളൊക്കെ ഇതുവരെ കപ്പ് നേടിയിട്ടില്ലല്ലോ. അപ്പം അങ്ങനെയുള്ള ടീമുകൾക്ക് കിരീട സാധ്യത എല്ലാവരുടെയും കൂടി ചേർത്തിട്ട് ഒരു 35.9% ഉണ്ട് എന്ന് പറഞ്ഞാൽ, ഏതായാലും നമ്മൾ ആദ്യത്തെ 20 സ്ഥാനം പ്രഡിക്ഷനിലൂടെ ആരെയൊക്കെയാണ് കാണുന്നത് നോക്കാം. അതായത് ഫൈനലിൽ എത്താൻ ഏറ്റവും അധികം സാധ്യത, വേൾഡ് കപ്പിൻ്റെ ഫൈനൽ സ്പെയിനും ഫ്രാൻസും തമ്മിൽ ഏറ്റവും അധികം സാധ്യത ഈ രണ്ട് ടീമുകൾക്കാണ് എന്നാണ് പ്രഡിക്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. കിരീട സാധ്യത ഏറ്റവും അധികം സ്പെയിനിനാണ് കണക്കാക്കുന്നത്. സ്പെയിനിന് 16% കിരീട സാധ്യത. അവർ ഫൈനലിലെത്താനുള്ള സാധ്യത കണക്കാക്കിയിരിക്കുന്നത് 25.6%. സെമി ഫൈനലിലെത്താനുള്ള സാധ്യത 39%. ക്വാർട്ടർ ഫൈനലിലെത്താനുള്ള സാധ്യത 52.1%. രണ്ടാം സ്ഥാനത്ത് വരുന്നത് ഫ്രാൻസാണ്. സാധ്യതയിൽ രണ്ടാമത് ഫ്രാൻസാണ്. 13% അവരുടെ കിരീട സാധ്യത കണക്കാക്കുന്നത്. അവർ വേൾഡ് കപ്പിൻ്റെ ക്വാർട്ടർ ഫൈനലിൽ എത്താനുള്ള സാധ്യത 47.9%, സെമി ഫൈനലിലെത്താനുള്ള സാധ്യത 33.4%, ഫൈനലിലെത്താനുള്ള സാധ്യത 21.2%. ഇപ്പോൾ സൂപ്പർ കമ്പ്യൂട്ടർ പ്രഡിക്റ്റ് ചെയ്തിരിക്കുന്നത്. മൂന്നാം സ്ഥാനത്ത് വരുന്നത് ഇംഗ്ലണ്ടാണ്. ഇംഗ്ലണ്ടിൻ്റെ കിരീട സാധ്യത കണക്കാക്കിയിരിക്കുന്നത് 11.2%. അപ്പോൾ ഇംഗ്ലണ്ടിൻ്റെ ക്വാർട്ടർ ഫൈനൽ സാധ്യത 47.7%, സെമി ഫൈനൽ സാധ്യത 30.3%, ഫൈനൽ സാധ്യത 19%. നാലാമത് അർജൻറ്റീന. നിലവിലെ ചാമ്പ്യന്മാരായ അർജൻറ്റീനയ്ക്ക് സൂപ്പർ കമ്പ്യൂട്ടർ കാണുന്ന കിരീട സാധ്യത നാലാമത് മാത്രമാണ്. അർജൻറ്റീനയുടെ കിരീട സാധ്യത 10.4%. അതേസമയം അവരുടെ ക്വാർട്ടർ ഫൈനൽ സാധ്യത 45.2%, സെമി ഫൈനൽ സാധ്യത 30.3%, ഫൈനൽ സാധ്യത 18.1% കണക്കാക്കുന്നു. അഞ്ചാമതാണ് പോർച്ചുഗലുള്ളത്. പോർച്ചുഗലിൻ്റെ കിരീട സാധ്യത കണക്കാക്കിയിരിക്കുന്നത് 7%. പോർച്ചുഗൽ ക്വാർട്ടർ ഫൈനലിലെത്താൻ 40.2% സാധ്യതയും, സെമിയിലെത്താൻ 23.7% സാധ്യതയും, ഫൈനലിലെത്താൻ 13% സാധ്യതയുമാണ് കണക്കാക്കുന്നത്. ആറാമതാണ് ബ്രസീലുള്ളത്. ബ്രസീലിൻ്റെ കിരീട സാധ്യത വെറും 6.6% കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. സൂപ്പർ കമ്പ്യൂട്ടർ പറയുന്നത് ബ്രസീൽ ചാമ്പ്യന്മാരാവാൻ ഇത്തവണ 6.6% സാധ്യതയുള്ളൂ എന്നാണ്. ബ്രസീലിൻ്റെ ക്വാർട്ടർ ഫൈനൽ സാധ്യത 38.2%, സെമി ഫൈനൽ സാധ്യത 22.1%, ഫൈനൽ സാധ്യത 12.3% കണക്കാക്കിയിരിക്കുന്നു. കഴിഞ്ഞ 2 വേൾഡ് കപ്പുകളിലും ഗ്രൂപ്പ് സ്റ്റേജിൽ തന്നെ പുറത്തായ ഒരു ടീമുണ്ട്. എന്നാൽ അതിനു മുമ്പത്തെ വേൾഡ് കപ്പിൽ അവർ ചാമ്പ്യന്മാരുമായിരുന്നു. ആരാ? ജർമ്മനി. അതെ, ജർമ്മനിക്ക് ഇത്തവണ കിരീട സാധ്യത 7ാമതാണ് കണക്കാക്കുന്നത്. വെറും 5.1% കിരീട സാധ്യതയാണ് സൂപ്പർ കമ്പ്യൂട്ടർ അവർക്ക് കണ്ടെത്തിയിരിക്കുന്നത്.
33.8% ക്വാർട്ടർ ഫൈനൽ സാധ്യതയും 20.2% സെമി ഫൈനൽ സാധ്യതയും 10.6% ഫൈനൽ സാധ്യതയും കണക്കാക്കപ്പെടുന്നു. 8ാമതാണ് നെതർലൻഡ്സ് ഉള്ളത്. ഓറഞ്ച് വസന്തം തീർക്കുമോ ഇത്തവണ എങ്കിലും നെതർലൻഡ്സ് എന്ന് ചിന്തിക്കുന്ന നിരവധിയായിട്ടുള്ള ആരാധകരുണ്ട്. 3.6% അവർക്ക് കിരീട സാധ്യത സൂപ്പർ കമ്പ്യൂട്ടർ കണക്കാക്കുന്നത്. 29.5% ക്വാർട്ടർ ഫൈനൽ സാധ്യത, 15.2% സെമി ഫൈനൽ സാധ്യത, 7.9% ഫൈനൽ സാധ്യത. അടുത്ത 9ാമത് ഏർലിംഗ് ഹാലൻഡിൻ്റെ നോർവേക്ക് നെതർലൻഡ്സിന് തൊട്ടുപുറകിൽ ബെൽജിയത്തിന് മുകളിൽ കിരീട സാധ്യത കണക്കാക്കിയിരിക്കുന്നു. സൂപ്പർ കമ്പ്യൂട്ടർ പറയുന്നത് 3.5% കിരീട സാധ്യത നോർവേക്കുണ്ടെന്നാണ്. നോർവേയുടെ ക്വാർട്ടർ ഫൈനൽ സാധ്യത 27.2%, സെമി ഫൈനൽ സാധ്യത 14.5%, ഫൈനൽ സാധ്യത 7.4% കണക്കാക്കിയിരിക്കുന്നു. 10ാമതാണ് ബെൽജിയം. ബെൽജിയത്തിൻ്റെ കിരീട സാധ്യത 2.4% മാത്രമാണ്. അവർക്ക് ക്വാർട്ടർ ഫൈനൽ സാധ്യത 28.9%, സെമി ഫൈനൽ സാധ്യത 12.8%, ഫൈനൽ സാധ്യത 5.6% കണക്കാക്കിയിരിക്കുന്നു. ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് വരുന്ന വമ്പന്മാരായിട്ടുള്ള കൊളംബിയയാണ് 11ാം സ്ഥാനത്ത്. കിരീട സാധ്യത 2.1% മാത്രം. 22% ക്വാർട്ടർ ഫൈനൽ സാധ്യതയും 11.1% സെമി ഫൈനൽ സാധ്യതയും 5% ഫൈനൽ സാധ്യതയും കണക്കാക്കുന്നു. കഴിഞ്ഞ തവണത്തെ വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനലിലേക്ക് കുതിച്ചെത്തിയ ഒരു ആഫ്രിക്കൻ ശക്തിയിൽ മൊറോക്കോ. ആ മൊറോക്കോയുടെ കിരീട സാധ്യത 12ാം സ്ഥാനത്താണ് കണക്കാക്കിയിരിക്കുന്നത്. 1.9% മാത്രമാണ് അവരുടെ കിരീട സാധ്യത എന്ന് പറയുന്നു. 23.5% ക്വാർട്ടർ ഫൈനൽ സാധ്യത, 10.6% സെമി ഫൈനൽ സാധ്യത, 4.6% ഫൈനൽ സാധ്യത. ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് വരുന്ന മറ്റൊരു വമ്പന്മാരാണ് ഉറുഗ്വായ്. ഓൾറെഡി വേൾഡ് കപ്പ് നേടിയ ടീമുകളിൽ പെടുന്ന ഉറുഗ്വായ്. ആ ഉറുഗ്വായ്ക്ക് 13ാം സ്ഥാനമാണ് ഇപ്പോൾ കിരീട സാധ്യതയിൽ സൂപ്പർ കമ്പ്യൂട്ടർ പറയുന്നത്. 1.7% അവരുടെ കിരീട സാധ്യത, 20.7% ക്വാർട്ടർ ഫൈനൽ സാധ്യതയും 10.4% സെമി ഫൈനൽ സാധ്യതയും 4.4% ഫൈനൽ സാധ്യതയും കണക്കാക്കുന്നു. 14ാമത് സ്വിറ്റ്സർലൻഡ് വരുന്നു. സ്വിറ്റ്സർലൻഡിൻ്റെ കിരീട സാധ്യത കണക്കാക്കിയിരിക്കുന്നു 1.7%. 15ാമത് ക്രൊയേഷ്യ വരുന്നു. അവരുടെ കിരീട സാധ്യത കണക്കാക്കിയിരിക്കുന്നത് 1.6%. 16ാമത് ഇക്വഡോർ വരുന്നു. അവരുടെ കിരീട സാധ്യത കണക്കാക്കിയിരിക്കുന്നത് 1.4%. 17ാമത് ഏഷ്യയിൽ നിന്നുള്ള വമ്പൻ ടീമായിട്ടുള്ള ജപ്പാനാണ്. ജപ്പാൻ്റെ കിരീട സാധ്യത 1.2%. അവർ ക്വാർട്ടറിലെത്താൻ 17% സാധ്യതയും സെമിയിലെത്താൻ 7.4% സാധ്യതയും ഫൈനലിലെത്താൻ 3.3% സാധ്യതയും കണക്കാക്കുന്നു. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആതിഥേയരാണ്. ഇത്തവണത്തെ ആതിഥേയരിൽ ഏറ്റവും അധികം മത്സരങ്ങൾ ഹോസ്റ്റ് ചെയ്യുന്ന ടീമാണ് അവർ. അവരുടെ കിരീട സാധ്യത വെറും 1.2%, 18ാം സ്ഥാനത്ത് അവർ നിൽക്കുന്നു. സെനഗൽ ആഫ്രിക്കൻ വമ്പന്മാരായ സെനഗൽ 19ാം സ്ഥാനത്താണ് കിരീട സാധ്യതയുടെ കാര്യത്തിൽ. 1% അവരുടെ കിരീട സാധ്യത കണക്കാക്കുന്ന 20. മറ്റൊരു കോഹോസ്റ്റുമാരായ മെക്സിക്കോ, അവരുടെ കിരീട സാധ്യത 1% മാത്രം. ചുരുക്കത്തിൽ സൂപ്പർ കമ്പ്യൂട്ടർ പറയുന്നത് ഇത്തവണ ഈ വേൾഡ് കപ്പിൽ മുത്തമിടാൻ ഏറ്റവും അധികം സാധ്യത സ്പെയിനിനാണ് എന്നാണ്. നിങ്ങൾക്ക് വ്യത്യസ്ത പ്രഡിക്ഷൻസ് ഉണ്ടാവും. കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എഴുതാം.